എനിക്ക് അതീവ ദുഃഖമുണ്ട്. കാര്യം നമ്മൾ എന്ത് വിശ്വസിച്ച് ഈ ഉയരപ്പാതയുടെ അടിയിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യും എന്നുള്ള ഒരു പേടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാര്യം പല പ്രാവശ്യം ഇവരുടെ ഗർഡറുകൾ നിലം പതിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു മരണം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് ഒരു നിരപരാധിയുടെ മരണം, ആ വാഹനത്തിന്റെ നഷ്ടം, ഇനിയിപ്പോ ഗതാഗത കുരുക്ക്. ഇപ്പൊ ഈ ഗർഡർ എടുത്ത് മാറ്റാൻ വേണ്ടിയുള്ള ക്രെയിൻ വരണം. അതുവരെ KSRTC ഉൾപ്പെടെയുള്ള യാത്രാ വാഹനങ്ങൾ തടയപ്പെടും. അപ്പോ ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് കേരളത്തിലെ റോഡ് നിർമ്മാണം മാറുകയാണ്. ഇത് നമുക്ക് അനുവദിച്ചുകൂടാ. ഇതൊരു ടോൾ പാതയാണ്. ഇപ്പൊ ഈ ടോൾ പാതയ്ക്ക് സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് പണി തീർക്കുമെന്നും സുരക്ഷിതമായിട്ടുള്ള യാത്ര നിർമ്മാണ സ്ഥലത്തൂടെ അനുവദിക്കുമെന്നും ഒക്കെയുള്ള എഗ്രിമെന്റിന്റെ ഓരോ കഷ്ണങ്ങളാണ്. ഇതൊന്നും പാലിക്കാതെ 2 or 3 പണിക്കാർ മാത്രം നിന്നുകൊണ്ട് രാത്രിയിൽ അവിടെ എത്ര നാളായിട്ട് ഈ പണി നടന്നുകൊണ്ടിരിക്കുക. എത്ര ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, എത്ര ആൾക്കാർ കുഴിയിൽ വീണ് മരിച്ചിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു കണക്കുണ്ടോ? ഈ നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്ന കരാറുകാരനോ ഉപകരാറുകാരനോ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഉണ്ടോ? നമ്മൾ ചോദിക്കേണ്ടതാണ്. ഇതൊരു വലിയ വിഷയമാണ്, ചെറിയ വിഷയമല്ല. ഇത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നടക്കാത്തതാണ്. ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഞാൻ സ്ഥിരം പോകുന്ന ആളാണ്. അവിടെങ്ങും ഇതുമാതിരി ഒരു രീതിയിലുള്ള നിർമ്മാണത്തിൽ അപാകത ഉണ്ടാകുന്നില്ല. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഗർഡറുകൾ നിർമ്മിക്കുന്നത് വേണ്ടത്ര സിമന്റ് മിശ്രിതം ഉപയോഗിക്കാതെ, വേണ്ടത്ര സ്പെസിഫിക്കേഷനുള്ള കട്ടിയുള്ള കമ്പികളും മറ്റ് നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിക്കാതെ ഏറ്റവും ചീപ്പായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. 1. 2, ഇതിന് ഹൈഡ്രോളിക് ജാക്കിന്റെ പുറത്താണ് ഈ ഗർഡർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഗർഡറുകൾ പ്ലേസ് ചെയ്യുന്ന ജാക്ക് ലീക്ക് ഉള്ളതാണെങ്കിൽ അത് ഫെയിൽ ആയിപ്പോവും. അപ്പൊ ഈ മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് പുതിയ ജാക്കിന്റെ പുറത്ത് ഇത് വിശ്രമിക്കാനുള്ള രീതിയിൽ ഈ ഗർഡറിന്റെ അടിയിൽ വെക്കുന്ന ജാക്ക് പുതിയതായിരിക്കണം. ഒരു ചെറിയ ലീക്ക് ഉണ്ടായി തന്നെ അതിനകത്ത് എയർ എല്ലാം പോവും, ആ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിൽ ആയി പോവും. അങ്ങനെ പല രീതിയിലുള്ള നിർമ്മാണ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കൊച്ചു കേരളത്തിൽ ഈ പറഞ്ഞ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എണ്ണം ഏകദേശം 75,000 തൊട്ട് 85,000 പാസഞ്ചർ കാർ യൂണിറ്റ് ആണ് പെർ ഡേ പോകുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ബസ് KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ ധാരാളമായി യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഒരു പീക്ക് അവറിലേക്കാണ് ഇപ്പൊ രാവിലെ നീങ്ങുന്നത്. അപ്പോ ഈ യാത്രക്കാരുടെ ദുരവസ്ഥ, അവിടെ പോലീസിന്റെ ഡ്യൂട്ടി, പിന്നെ ഫയർഫോഴ്സും മറ്റ് മറ്റ് ഗവൺമെന്റ് എക്യുപ്മെന്റിന്റെ ഡിപ്ലോയ്മെന്റ്, ഇതിനൊക്കെ പണച്ചെലവുണ്ട്. ഇതെല്ലാം ദേശീയപാത അതോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. ഈ മരിച്ച ആളിന് അത്യന്താപേക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു 10 കോടി രൂപയെങ്കിലും ദേശീയപാത അതോറിറ്റി കൊടുക്കണം. ദേശീയപാത അതോറിറ്റി എഞ്ചിനീയറുടെ പേരിൽ, അതിന്റെ ഒരു പ്രോജക്ട് എഞ്ചിനീയർ ഉണ്ട്, അയാളുടെ പേരിൽ ഈ വധശ്രമത്തിന് തന്നെ കേസെടുക്കണം. അതേമാതിരി കരാറുകാർ, കാര്യം അവരുടെ കഴിവില്ലായ്മയും പിടിപ്പുകേടും സൂപ്പർവൈസറി ലാപ്സും ആണ് ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു അപകടം ഉണ്ടായതും. ഇനി മണിക്കൂറുകൾ ഇന്നിപ്പോ ആ റോഡിലൂടെ ആർക്കും പോകാൻ പറ്റില്ല. വേറെ സമാന്തര റോഡുകൾ പരിമിതവുമാണ്. അപ്പൊ കേരള ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യും, അത് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യും വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടണം. കാര്യം ഇങ്ങനെ ഒരു പാത നിർമ്മാണം കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ്. ആൾക്കാർ ബലിയാടുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അന്തവും കുന്തവും ഇല്ലേ? ഒരു നിർമ്മാണം നടത്തുമ്പോൾ എത്രയും പെട്ടെന്ന് നിർമ്മിച്ച്, കാര്യം ഇതൊരു ദേശീയ പാതയാണ്. ദേശീയപാതയിലൂടെ വാഹനങ്ങൾ തുരുതുര പൊക്കൊണ്ടിരിക്കുകയാണ്, യാത്രക്കാർ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിർമ്മാണത്തിനുള്ള സ്പീഡപ്പ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് കരാറുകാർക്കും ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശം കൊടുക്കണം. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള പ്രിവെൻഷൻ സ്ട്രാറ്റജി ഇതെന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. കൂടാതെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി കേരളത്തിലെ PWDയുടെ ചീഫ് എഞ്ചിനീയർ ലെവലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് സൂപ്പർവൈസ് ചെയ്യണം, അവർ ചെയ്യുന്ന പണി ശരിയാണോ അല്ലയോ എന്നുള്ളത്. കാര്യം ഏത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കും അറിയാം, അവർ ചെയ്യുന്ന പണിയൊന്നും ഒരു എഞ്ചിനീയറിംഗ് തത്വങ്ങൾ അനുസരിച്ചുള്ള അല്ല എന്ന് ആർക്കും അറിയാം. പിന്നെ സാധാരണ ജനങ്ങളും പ്രതികരിച്ച് തുടങ്ങിയല്ലോ. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ കോൺട്രാക്ടറെയും ഇതിന്റെ എഞ്ചിനീയർക്ക് ആൾക്കാർ പിടിച്ച് തല്ലും. പക്ഷെ കേരളത്തിൽ സമാധാന പ്രേമികളായ ജനങ്ങളായതുകൊണ്ട് അവരുടെ മേലെ എങ്ങനെയും
ഇതുമാതിരി തടസ്സങ്ങളും മാർഗ തടസ്സങ്ങളും അപകടങ്ങളും ഉണ്ടാക്കാമെന്ന് ഈ കരാർ കമ്പനികൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് ആണ് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഇതിന് ഇടപെടേണ്ടത്. ഇനി മേലിൽ ഇതുമാതിരി ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ എടുക്കണം. അതിനുള്ള ഏക മാർഗം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ഒരു ചീഫ് എഞ്ചിനീയറെ ഈ നിർമ്മാണ സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സൂപ്പർവൈസർ എന്നുള്ള നിലയിൽ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണോ ഇവർ ചെയ്യുന്നതെന്നും ഇവരുടെ ഹൈഡ്രോളിക് ജാക്കുകളൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു കേസ് സ്റ്റഡി നടത്തി ഒരു റിപ്പോർട്ട് കേരള സർക്കാർ ആവശ്യപ്പെടണം. ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയറെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യണം, അയാൾക്കെതിരെ കേസെടുക്കണം. ജനങ്ങളുടെ യാത്ര സുരക്ഷിതവും സുഗമമാക്കാനായിട്ട് അടിയന്തരമായ പല നടപടികളും അവിടെ ചെയ്യാനുണ്ട്. അത് ഈ റോഡ് നിർമ്മാണം മാത്രമല്ലല്ലോ, ട്രാഫിക് ഫ്ലോ ഡിസ്റ്റർബ്ഡ് ആണ്. ഇന്നിപ്പോ കംപ്ലീറ്റ് ആൾക്കാരും റോഡിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കണം. വിദ്യാർത്ഥികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും എമർജൻസി പോകേണ്ടവരായാലും എല്ലാം തന്നെ ഇന്നിപ്പോ ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കും. അപ്പോൾ ഇതിനുള്ള നഷ്ടം ഭീമമായ നഷ്ടമാണ്. ഇനി മേലിൽ ഇതുണ്ടാകാതിരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഇടപെട്ടിട്ട് ജനങ്ങൾ, ടാക്സ് കൊടുക്കുന്ന ജനങ്ങൾ, ഇതൊരു ടോൾ പാതയാകാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത്. അപ്പൊ ഈ ടോൾ പിരിക്കുന്ന കമ്പനികളെല്ലാം കേരളത്തിൽ വന്നിട്ട് ഏറ്റവും സബ് സ്റ്റാൻഡേർഡ് വർക്കാണ് കൺസ്ട്രക്ഷൻ സമയത്ത് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ ഇന്ന് തുറവൂര് കണ്ടത്. ഇത് ജനപ്രതിനിധികൾ ലൈക്ക് MP, അതേമാതിരി മന്ത്രിമാര് എല്ലാം ശക്തമായിട്ട് ഇടപെടണം. ഇത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ഇത് അനുവദിച്ചുകൂടാ. നമുക്ക് എന്ത് വിശ്വസിച്ച് പോകാൻ പറ്റും? എന്റെ ചോദ്യത്തിന് ആരെങ്കിലും മറുപടി പറയണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.